നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സസൈസ് 9.1-ലെ 7th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് 3000 tiles which are rhombus shaped and each of its diagonal are 45 centimeter and 30 centimeter. Find the total cost of polishing the floor if the cost per meter square is ₹4. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ഫ്ലോർ ഉണ്ട്, ആ ഫ്ലോറിനെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോർ പോളിഷ് ചെയ്യാൻ എത്ര രൂപ ചെലവാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഫ്ലോറിൻ്റെ എത്ര രൂപ ചിലവാകും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിച്ച് വൺ മീറ്റർ സ്ക്വയർ ഏരിയക്ക് ചിലവാകുന്ന രൂപയാണ് ₹4 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയക്ക് എത്ര രൂപ പോളിഷ് ചെയ്യാൻ ചിലവാകും എന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഏരിയനെ ₹4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ടോട്ടൽ ഏരിയ 1 മീറ്റർ സ്ക്വയർ ഏരിയ പോളിഷ് ചെയ്യാൻ ₹4 ആണ്. അതേപോലെ എത്ര ഏരിയ ആണോ, എത്ര ഏരിയ ആണോ ആ ഏരിയയെ ₹4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. പോളിഷ് ചെയ്യാൻ ചിലവാകുന്ന രൂപ കിട്ടും. അതിന് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഫ്ലോറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്ലോർ ഏത് ഷേപ്പിലാണോ, ഏത് ലെങ്തോ ഒന്നും നമ്മൾക്ക് തന്നിട്ടില്ല. അതിനെന്ത് മാത്രമേ പറയുന്നുള്ളൂ? 3000 ടൈൽസ് ചേർന്നിട്ടുള്ള ഒരു ഫ്ലോറാണ് ഇവിടെ പറയുന്നത്. ആ ടൈൽസ് ഈച്ച് ടൈലും റോംബസ് ഷേപ്പ്ഡ് ആണ്. ആ റോംബസ് ഷേപ്പുള്ള 3000 ടൈൽസ് ചേർന്ന ഫ്ലോറിൻ്റെ ഏരിയ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈച്ച് ടൈൽസിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചാൽ ആ വൺ റോംബസിൻ്റെ അതായത് 1 ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് 3000 ടൈൽസിൻ്റെയും ഏരിയ കിട്ടും. ഇപ്പോൾ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഡയഗണൽസിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. D1 ഈസ് 45 സെൻറ്റിമീറ്ററും D2 30 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ 1 റോംബസ് ഷേപ്പ്ഡ് ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിനെ 3000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ഫ്ലോറിൻ്റെ ഏരിയ കിട്ടും. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. സോ ഏരിയ ഓഫ് റോംബസ് A is equal to 1/2. ഇക്വേഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ പല ക്വസ്റ്റ്യനിലും ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. 1/2 D1 into D2. ഏരിയ കാണാനുള്ള റോംബസിൻ്റെ ഏരിയ കാണാൻ വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ D1 D2 തന്നതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു D1 ഈസ് 45 ഇൻറ്റു D2 ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. D1 45 centimeter and D2 is 30 centimeter. 1 ടൈലിൻ്റെ ഏരിയ ആണ് ഇത്. ദെൻ നമ്മൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ഫ്ലോർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ഫ്ലോർ എന്ന് വെച്ചാൽ ഇത്രയും 3000 ടൈൽസ്, ഇതുപോലെ 3000 ടൈൽസിൻ്റെ ഏരിയ ചേർന്നിട്ടുള്ളത്. ഇത് 1 ടൈലിൻ്റെ ഏരിയ ആണ്, റോംബസ് ഷേപ്പ്ഡ് ടൈലിൻ്റെ ഏരിയ ആണ്. ദെൻ നമ്മൾക്ക് ഇതുപോലെയുള്ള 3000 റോംബസ് ഷേപ്പ്ഡ് ടൈൽ ചേർന്നിട്ടാണ് ആ ഫ്ലോർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 3000 ടൈലിൻ്റെയും ഏരിയ ആണ് നമ്മൾക്ക് ആവശ്യം. അതുകൊണ്ട് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? 3000 ഫ്ലോറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? 3000 ഇൻറ്റു 45 സെൻറ്റിമീറ്റർ
1/2 into 45 centimeter into 30 centimeter. അതായത് 1 ടൈലിൻ്റെ ഏരിയയെ 3000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3000 ടൈലിൻ്റെ ഏരിയ കിട്ടും. അത് തന്നെയാണ് ഏരിയ ഓഫ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇവിടെ 45 ആൻഡ് 30 സെൻറ്റിമീറ്ററിലാണ് ഇത് യൂണിറ്റ് വന്നിട്ടുള്ളത്. നമ്മൾക്ക് എന്താണ് വേണ്ടത്? മീറ്ററിലാണ് ആവശ്യം. മീറ്ററിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. കാരണം ഏരിയ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1 മീറ്റർ സ്ക്വയറിന് ചിലവാകുന്ന രൂപ 4 എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏരിയ മീറ്ററിലേക്കാണ് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. മീറ്റർ സ്ക്വയറിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഡയഗണൽസിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യണം. സോ D1 ഈസ് ഈക്വൽ ടു 45 സെൻറ്റിമീറ്റർ. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 100 centimeter ആണ്. 1 meter is 100 centimeter. So 1 centimeter is 1/100 meter ആണ്. 1/100 meter ആണ്. അതുപോലെ 45 സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 45 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100 ആവും. 45 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100 meter. 45 centimeter divided by 100 meter. 45 centimeter is equal to 45 divided by 100 meter. D2 എന്തായി മാറും? 30 divided by 100 meter. So equal to 3000 into 1/2 into 45 divided by 100 into 30 divided by 100. 30 divided by 100. So 0യും 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 വെട്ടിപ്പോയി. നെക്സ്റ്റ് 30 ആൻഡ് 30 into 1/2 into 45 into 30. സോ ഈ 0യും വെട്ടി. അതുപോലെ തന്നെ ഈ 0യും തമ്മിൽ വെട്ടിപ്പോയി. Equal to 3 into 45 into 3 divided by 2. 3 into 3 is 9. 9 into 45 divided by 2. 45 into 9. 9 into 5 is 45. 4 carry. 9 into 4 is 36. 36 plus 4, 40. 405. 405 divided by 2. 405 divided by 2 in 4. 2 times 2 into 2 is 4. Then 4 minus 4 is 0. 0 ഇറക്കി എഴുതുക. 0 പോവില്ല. So 0 ഇവിടെ എഴുതുക. Then next 5 ഇറക്കി എഴുതുക. How many times 2 in 5? 2 times. 2 in 2 is 4.
5 minus 4 is 1, remainder 1. Then decimalലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0 ആഡ് ചെയ്യാം, ബിക്കോസ് 2 1-ൽ പോവില്ല, അതുകൊണ്ട് തന്നെ 10. 0 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് ഇടുക, ഡെസിമൽ ഇടുക. Then 2 into 2, how many times in 10? 5 times. 5 into 2 is 10. Remainder is 0. That's equal to answer 200. Area is equal to 202.5 meter square ആണ്. യൂണിറ്റ് മീറ്റർ സ്ക്വയറിലാണ്. യൂണിറ്റ് ഇടാൻ മറക്കരുത്. സോ 1 meter square നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കിട്ടി, ഫ്ലോറിൻ്റെ ഏരിയ കിട്ടി. ദെൻ ഫ്ലോറിന് പോളിഷ് ചെയ്യാൻ ചിലവാകുന്ന രൂപയാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര രൂപ ചിലവാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് കോസ്റ്റ് കണ്ടുപിടിക്കണം. എത്രയായിരിക്കും? 1 meter square, 1 meter square ഏരിയക്ക് 4 rupees ആണ് ചിലവാക്കുക. സോ 202.5 meter square എത്ര രൂപ ചിലവാകും? 202.5 into 4. 202.5 into 4 ആണ് ആ ഫ്ലോറിന് ടോട്ടലായിട്ട് ചിലവാകുന്ന രൂപ എന്ന് പറയുന്നത്. സോ 202 into 5.5 into 4. 5 into 4 is 20. 0. 2 is carrying. Point ഇറക്കി എഴുതുക. Then 2 into 4 is 8. 8 plus 2, 10. 1 carrying. 4 into 0 is 0. 0 plus 1 is 1. Then 4 into 2, 8. 4 into 2 is 8. Therefore 810 rupees. 810 rupees ആണ് ഫ്ലോറിന് പോളിഷ് ചെയ്യാൻ ചിലവാകുന്നത്. 810 rupees. ₹810. ഓക്കെ. ആ ഫ്ലോറിന് ഏരിയ ഓഫ് ഫ്ലോർ കണ്ടുപിടിച്ചു, ഫ്ലോറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു, അതിന് എത്ര രൂപ ചിലവാകും എന്നുള്ളതും കണ്ടുപിടിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.